അറിയാൻ പാടില്ലാണ്ടാണോ അതോ ആരെങ്കിലോടുള്ള വിരോധം കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വ്യക്തി ലോകം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ല എന്ന് പറയാൻ ഒരു വകുപ്പില്ല. കാരണം ഇദ്ദേഹത്തിന് അറിയായിരിക്കും ഇത്രയും നാടും രാജ്യവും നാടും ഒക്കെ കണ്ടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ബൈറ്റുകൾ ഇതുപോലുള്ള കൊടുക്കുമ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നവരുണ്ടാവും, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവരുണ്ടാവും, നിങ്ങളെ ശ്രമിക്കുന്നവരുണ്ടാവും. അവർ ഇത് വിശ്വസിച്ച ഒരു പക്ഷേ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന വലിയൊരു അപകടം തന്നെയായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം ഒന്ന് ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ് എന്താണ് ബൈക്കിന് പ്രവേശനം ഇല്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല എന്ന്. അപ്പൊ ഈ ബൈക്കുകാരന്റെ ഈ ഓട്ടോറിക്ഷക്കാരന്റെ കാശ് മേടിച്ചിട്ടാണ് ഇത് പണിതേക്കുന്നത്. അവൻ അടിച്ചേക്കണ പെട്രോളിനും മേടിച്ചിട്ടുണ്ട് ഈ 18 രൂപ. മനസ്സിലായേ? അങ്ങനെ ചെയ്ത പൈസയാണ്. അതായത് നമ്മുടെ എറണാകുളം ടു കണ്ണൂർ ഹൈസ്പീഡ് ട്രാക്ക്, പുതിയ ട്രാക്ക്, അതായത് 60 പാത, അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ബൈക്ക് കയറ്റാനോ ഓട്ടോറിക്ഷ കയറ്റാനോ പാടില്ല, അവരുടെ കയ്യിൽ നിന്നും ടാക്സും അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ ഇത്ര ശതമാനം പിടിച്ച് അതുപോലെ അവരെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള കാരണം, റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വലിയ നിയമപരമായിട്ട് എനിക്ക് അറിവുകളോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, എന്നാലും അറിയാവുന്ന ഒരു ബുദ്ധിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഈ ഒരു ഹൈസ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈ സ്പീഡാണ് ഈ ട്രാക്ക്. ഇതിൽ ബൈക്കോ ഓട്ടോറിക്ഷയോ കയറ്റാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ഇറച്ചിയിൽ മണ്ണ് വെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കയറ്റി. ഇത് റോഡ് ക്രോസ് ചെയ്യാനോ മുറിച്ച് കിടക്കാനോ കൂടി പാടില്ല. കാരണം 100 വരുന്ന വണ്ടികളാണ് ഈ ട്രാക്കിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് എന്ന് പറയുന്നത് ഹെവി വെഹിക്കിൾസിൻ്റെയാണ്. ഹെവി വെഹിക്കിൾ ട്രാക്കാണത്. സെൻട്രൽ ആൻഡ് നോർമൽ, അതായത് നമ്മൾ നോർമലി പോകാനുള്ള ട്രാക്കാണ്. അതും നല്ല സ്പീഡിൽ തന്നെയായിരിക്കും പോകുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും റൈറ്റ് സൈഡ് വരുന്ന ട്രാക്ക് എന്ന് പറയുന്നത് അതാണ് ഓവർടേക്ക് ട്രാക്ക്. അത് നമ്മൾ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ആ ഒരു എന്താ പറയുക, ആ റോട്ടിൽ കയറി കഴിഞ്ഞാൽ. കാരണം അതിൽ ഓടുന്ന പലവർക്കും നിയമം അറിയാവുന്നവരായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ അതിൻ്റെ അകത്തേക്ക് വന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വരുന്ന വരവിൽ ബ്രേക്ക് പിടിച്ചാൽ കൂടി കിട്ടില്ല. പിന്നെ ബൈക്ക് കയറ്റരുന്ന ബൈക്ക് 100-110 വണ്ടി ഓടിക്കുന്നവരുണ്ടാവും, കയറുന്നവരുണ്ടാവും, എല്ലാ കാര്യങ്ങളും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു അപകടം സംഭവിച്ചാൽ, അത് ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഹെവി വണ്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ബൈക്കൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ കയറി ഇറങ്ങി പോകും. അത്രേ പറയാനുള്ളൂ. ആളെ കിട്ടില്ല, കയറി ഇറങ്ങി പോകും. അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ സാധാരണ പോക്കറ്റ് റോഡുകളിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റോഡുകളിലുള്ള പോലെ ഓടിക്കൂടാനും കൂടി ആൾക്കാരില്ലാത്തൊരു അവസ്ഥയായിരിക്കും ഈ ഹൈ സ്പീഡ് ട്രാക്കിലുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഒരിക്കലും ക്രോസും കൂടി ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇനി നിങ്ങൾ കയറ്റി നിങ്ങൾ ബൈക്ക് ഓട്ടോറിക്ഷ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല അപകടങ്ങളും കഴിഞ്ഞു, പല ആൾക്കാരും ബൈക്ക് കയറ്റുന്നുണ്ട്, ഓട്ടോറിക്ഷ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഓൾറെഡി നിങ്ങൾക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. നിങ്ങൾക്കൊരു ഇൻഷുറൻസോ അല്ലെങ്കിൽ അതിന് ക്ലെയിം ചെയ്യാനോ ഒരു കാര്യവും നടക്കില്ല. കാരണം ആ റൂട്ടിൽ ഇത്രയും ഈ ബൈക്കുകളും ഈ കാറ് അല്ലെങ്കിൽ ഈ ബൈക്കുകളും ഈ ഓട്ടോകളും കയറാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ നിൽക്കാതെ നിങ്ങൾ ചെയ്യുമ്പോൾ അതെന്താ ലീഗലി അല്ലല്ലോ. ലീഗലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, അതായത് അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഹൈ സ്പീഡ് ട്രാക്കാണ്. 100-100 എല്ലാ വണ്ടികളും വരുന്നത്. അതും വരുന്നതിനും പോകുന്നതിനും ഒരേ ഒരു ട്രാക്കുകൾ 3 ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് നോർമലി പോകാനാണെങ്കിലും ഹെവി വെഹിക്കിൾ, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്താലും ബാക്ക് ടു ബാക്ക് നമ്മൾ സെൻട്രലിൽ നോർമലി വന്നിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ബൈക്കുകളോ കാറുകളോ അല്ലെങ്കിൽ ബൈക്കുകളോ ഓട്ടോകളോ കയറാൻ പാടില്ലെന്ന്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള വിവരങ്ങൾ ഇത്രയും സമൂഹത്തിൽ നിലയും വിലയുള്ള അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെ പറയുമ്പോൾ മറ്റുള്ളവർ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിപരീതമായിട്ട് നടത്തും. ഞങ്ങളുടെ പക്ഷേ അത് അവിടെ സംഭവിക്കുന്ന വലിയൊരു അപകടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് ഒരാളെ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതാക്കാനോ വേണ്ടി ആയുധമായിട്ട് എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് ചെയ്യരുത്. ഇത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പുതിയതായിട്ട് ഇപ്പോൾ വയസ്സായ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. ചിലവർ വണ്ടി പിടിച്ചിട്ട് ഹെഡ്സെറ്റും കുത്തിയിട്ട് ചിലപ്പോൾ പാട്ടും കേട്ടിട്ട് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ അങ്ങനെ പോകാനേ പാടില്ല. അത് പറഞ്ഞ് അറിയാൻ പാടില്ല, മനസ്സിലാക്കി കൊടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ഇത് കേട്ടപ്പോൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്.